ഇനി നമ്മൾ വയനാട്ടിലേക്കൊന്ന് പോവുകയാണ്. അവിടെ വനാതിർത്തിയിൽ നിന്ന് വന്ന ഒരു കാഴ്ചയാണ്. അതായത് ഒരു മതിലിന് മുകളിലൂടെ ചക്കയൊക്കെ നൽകുകയാണ്. ആരാണ് ഈ ചക്ക വാങ്ങുന്നത് എന്ന് കാണുമ്പോഴാണ് ഇത് ദൃശ്യങ്ങൾ പറയും. ഇതില്ലേ പൊന്നു അപ്പൊ ആനക്കൊമ്പ് വേണോ? വെറുതെ തരാം. പൊളി അവിടെ ഒന്നും ഇല്ല. അതിനും വിളിച്ച് താഴെ വരുന്നു. അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട. സ്കൂളൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ. കമലേട്ടനുണ്ട് വയനാട്ടിൽ നിന്നും. കമലേട്ട, ഈ വയനാട്ടിൽ മറ്റൊരു ആനയുണ്ടായിരുന്നു. ആളുകൾക്കൊക്കെ യാത്ര പോകുമ്പോഴൊക്കെ സൈഡിൽ വന്ന് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നിന്ന് കൊടുക്കുന്ന ഒരു കക്ഷി. ഈ കാട്ടുകൊമ്പൻ ആ ഗണത്തിൽ പെടുന്നതാണോ അതോ യാദൃശ്യമായിട്ട് ഇങ്ങനെ വാങ്ങി പോകുന്നതാണോ? ആള് വളരെ സാധുവാണോ അതോ ഏത് സമയവും അപകടകാരിയാവാവുന്ന ആളാണോ? സുൽത്താൻ ബത്തേരിക്കടുത്ത വാഗേരിയിൽ നിന്നാണ് ഈ ദൃശ്യം വന്നിരിക്കുന്നത്. നേരത്തെ കടുവ ഒക്കെ ഇറങ്ങി വലിയ പ്രശ്നം ഉണ്ടായ സ്ഥലമാണ് ഈ വാഗേരി. അതുപോലെ അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ പാപ്പളശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ. പാപ്പളശ്ശേരിയിൽ നിന്ന് വാഗേരിയിലേക്ക് പോകുന്ന റോഡിൽ മാരമല ജംഗ്ഷൻ എന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ അടുത്തു നിന്നാണ് ഈ ദൃശ്യം വന്നിരിക്കുന്നത്. ഇത് കാട്ടാന ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാനുള്ള വലിയ കന്മതിലുണ്ട് ആ ഭാഗത്ത്. ആ മതിലിൻ്റെ മറുവശത്താണ് ആന വരുന്നത് കാട്ടിൽ നിന്ന്. ആ മതിലിൻ്റെ മുകളിലേക്കാണ് ഈ ചക്ക വെച്ചു കൊടുക്കുന്നത്. സ്ഥിരമായി മനുഷ്യരും വന്യജീവികളും തമ്മിൽ സംഘർഷമുണ്ടാകുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ഇത് ഒരു സ്നേഹക്കാഴ്ചയാണ് എന്തൊക്കെയാണെങ്കിലും. കാരണം ഈ ആന ഇടയ്ക്കൊക്കെ ഈ കാട്ടുകൊമ്പൻ അവിടെ വരാറുണ്ട് എന്ന് പറയുന്നു. ഈ ചക്ക കൊടുത്ത ആൾ ആരാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു ബസ് കണ്ടക്ടറാണ്, ആ പ്രദേശത്തുള്ള ആളാണ് എന്നൊക്കെ പറയുന്നു. എന്താണെങ്കിലും ആനയ്ക്ക് ചക്ക മതിൽ വെച്ചു കൊടുക്കുന്നു. കൊമ്പനാന ആ ചക്ക എടുത്ത് കഴിക്കുന്നു. ഇത്തരത്തിൽ ഇടയ്ക്കൊക്കെ, കൃത്യസമയമൊന്നും പറയാൻ കഴിയില്ല, ഇടയ്ക്ക് ആന അത്തരത്തിൽ അവിടെ വരാറുണ്ട്. എന്തെങ്കിലും ഭക്ഷണം കൊടുത്താലൊക്കെ എടുത്ത് പോവാറുണ്ട് എന്നൊക്കെ പറയുന്നു. എന്തായാലും വളരെ മനോഹരമായൊരു കാഴ്ചയാണത്. വലിയ മതിലുള്ളത് കൊണ്ട് തന്നെ അപകട ഭീഷണിയൊന്നുമില്ല. ആനയ്ക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല. ഇവിടെ മുമ്പ് ഒരു കടുവ അവശനായി കിടന്ന, ഈ മതിലിന് ഇപ്പുറത്ത് വന്ന് അവശനായി കിടന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അന്ന് വാർത്ത നൽകിയതാണ്. എന്തായാലും ഈ ആന വന്ന് ചക്കയുടെ സീസൺ സുരക്ഷിതമായ അകലത്തിലൊക്കെയാണ് കൊടുക്കുന്നത്. എന്തായാലും ഭക്ഷണം കിട്ടുന്നതിൻ്റെ ഒരു നന്ദി ആനയും കാണിക്കുമെന്ന് പ്രതീക്ഷിക്കാം.